എല്ലാവർക്കും വിഷു ആശംസകൾ. രാവിലെ കണി കണ്ട ഉടനെ എടുത്താട്ടോ ഈ ഒരു ഭാഗം മാത്രം. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി കുളി കഴിഞ്ഞ് വന്ന് വലിയ വിളക്ക് കത്തിച്ചത് കേട്ടോ. 3-3:15 കണി കണ്ട ഉടനെ നമ്മൾ കണ്ണനെ കാണാൻ വേണ്ടി അമ്പലത്തിൽ പോയിട്ടോ. പക്ഷെ നല്ല തിരക്കായിരുന്നു. ഇപ്രാവശ്യമാണെങ്കിൽ പ്രാദേശിക 5 മണിക്കായിരുന്നു. അത് കാരണം വല്ലാതെ കഷ്ടപ്പെട്ടു. പിന്നെ എന്തായാലും വൈകി. അപ്പോൾ പിന്നെ ശിവേലിയും കൂടി തൊഴുതിട്ടാണ് പോകുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇന്ന് ശിവേലിക്ക് ഭഗവാനെ കാണാൻ. അമ്പലത്തിൽ തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. ഒന്ന് നല്ലോണം ഉണ്ടായിരുന്നു. എല്ലാ വർഷത്തേക്കാൾ കൂടുതലുണ്ടായിരുന്നു തോന്നുക. അത്രയ്ക്ക് തിരക്കായിരുന്നു. ഒരുവിധം ശിവേലിയും കൂടി തൊഴുത് വീട്ടിലെത്തി നേരെ അടുക്കളയിൽ കയറി. കാരണം തലേ ദിവസം ഒന്നും നുറുക്കി വെക്കുക ഒന്നും സാധാരണ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ചെയ്യാൻ നേരത്തെ തൊഴുത് വരുമല്ലോ. ഒരു 5 മണിയാകുമ്പോഴേക്കും എന്തായാലും തൊഴുത് വരും. അപ്പം ചെയ്യാന്നുള്ള പ്ലാനായിരുന്നു. പിന്നെ എല്ലാം കൂടി തട്ടിക്കൂട്ടി ആദ്യം ഭഗവാന് വെച്ചു കേട്ടോ. കണ്ണന് ആദ്യം ചോറ് കൊടുത്തു. എന്ത് വിശേഷം ഉണ്ടെങ്കിലും തന്നെ സാധാരണ ഞാൻ വീട്ടിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാന് വെച്ചിട്ടാണ് നമ്മൾ കഴിക്കാറുള്ളൂ. അത് നമ്മൾ രുചിച്ച് നോക്കിയിട്ടൊന്നുമല്ല കേട്ടോ. ഇതൊന്നും വെച്ചിട്ടുള്ളത് വായിൽ രുചിച്ച് നോക്കിയിട്ടില്ല. സ്വാദ് പോലും നോക്കിയില്ല. നമ്മളൊരു ഊഹം വെച്ച് എല്ലാം വെച്ചുണ്ടാക്കിയത്. നമ്മൾ രുചിച്ച് നോക്കിയാൽ പിന്നെ അത് എച്ചിലായി എന്നല്ലേ പറയുക. അപ്പോൾ സ്വാദ് നോക്കാറില്ല. എന്തും നമ്മൾ വിശേഷ ദിവസങ്ങളിൽ വെക്കാച്ചാലും സ്വാദ് നോക്കാറില്ല. അപ്പോൾ ശരി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു.